എന്താണ് ബേബി ഷവർ? ഇതാണ് വിഷ്ണുവിന്റെ ഡ്രസ്. തങ്കക്കുളത്ത് എന്തിനാ പൊട്ടെ? ഞാൻ ആദ്യമായിട്ട് ഒരുങ്ങാൻ തുടങ്ങിയതാണ്. വിഷ്ണു 5 മിനിറ്റിൽ ഇറങ്ങിയ കണക്കായിരുന്നു. സർപ്രൈസ്. കാറിന്റെ സീറ്റിൽ ഒരു പൂവും ഒരു ലെറ്ററും. നോക്കി നോക്കാം എന്താണ്. എങ്ങനെയുണ്ടായിരുന്നു വിഷ്ണുവിന്റെ പെർഫോമൻസ് രാവിലെ മുതലുള്ള? ജലദോഷാണോ? ഐശു Who is going to cry first when the baby is born? ഐശു. അയ്യോ എനിക്ക് വേണ്ട. ഇന്നാണ് നമ്മുടെ ബേബി ഷവർ. ഒരു പ്ലാനിങ് നടക്കുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ ഇന്നാണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. സമയം ഇന്നാണോ ബേബി ഷവർ? നോക്ക്. എന്റെ എല്ലാ സസ്പെൻസും ഞാൻ തന്നെ പൊളിക്കാറുണ്ട്. Good morning, gorgeous Mama Chudi. Today is your special day. And there is a suspense waiting for you, but it won't come easy. You have a mission. First, go brush your teeth, splash some water, and grab a cup of tea. Then go to your newly prepared room from your next clue. Or for your next clue. ഇപ്പോൾ റോസിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടോ? പിന്നാണ് ബേബി ഷവർ. ഇത്രയും എക്സൈറ്റ്മെന്റ് ഇല്ലാതെ ഒരു സർപ്രൈസ് നോട്ട് ആരെങ്കിലും വായിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ഉറക്കത്തുനിന്ന് എണീറ്റ് 9 മണിയായി ഇത് വായിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ മൊത്തം ഒരു എന്താന്ന് മനസ്സിലാവാത്തൊരു സ്പേസിലായിരുന്നേ. ഞാൻ വായിച്ച പോലെയല്ല കേട്ടോ, നല്ല ഫീലിലൊക്കെ വായിക്കുകയാണെങ്കിൽ നല്ല വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഭയങ്കര ലവബിൾ ആയിട്ടുള്ളൊരു നോട്ടാണത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ബ്രഷൊക്കെ ചെയ്തു. ഇനി നമുക്ക് താഴെ പോയി ചായയൊക്കെ കുടിക്കാം. എൻ്റെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ബാക്കി എല്ലാ സാധനങ്ങളും ഈ റൂമിലാണ്. അങ്ങോട്ട് കയറരുത് എന്നാണ് വിഷ്ണു പറഞ്ഞിട്ടുള്ളത്. രസം കിട്ടിയ പരിപാടി, എനിക്കിഷ്ടപ്പെട്ടു. ഇത് മുകളിലോട്ട് എടുക്കാനുള്ള അഡാപ്റ്റേഴ്സ് ആയിരുന്നു വെച്ചത്. ചായ കുടിക്കട്ടെ, എന്നിട്ട് എനിക്ക് ബേബി റൂമിൽ പോയിട്ട് ക്ലൂ നമ്പർ 2 എടുക്കണം. എക്സൈറ്റഡ് ആണ്, പക്ഷെ എനിക്ക് മുഴുവൻ കാണിക്കാൻ പറ്റുന്നില്ല. അതെപ്പോഴും അങ്ങനെയുള്ളൂ. എന്താ നീ വീഡിയോ എടുക്കാത്ത? നീ അല്ലേ ട്രിപ്പ് പോവാന്ന് പറഞ്ഞ വീക്കെൻഡ്? എപ്പോഴാ പോണേ? ജൂൺ 21 ഇങ്ങനൊരു ബേബി ഷവർ പ്ലാനിങ് ഉണ്ട് എന്നുള്ളൊരു സംശയം എനിക്ക് എവിടുന്നൊക്കെയോ തോന്നിയായിരുന്നു കേട്ടോ. പക്ഷെ അതില്ലാന്ന് ഉറപ്പിക്കാൻ വേണ്ടി റോസി വീക്കെൻഡ് ട്രിപ്പ് പോവുകയാണ്, അതുകൊണ്ട് ഇവിടെ നെതർലൻഡ്സിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളൊരു മുന്നറിയിപ്പൊക്കെ എനിക്ക് തന്നായിരുന്നു. പിന്നെ ഗീതുവിൻ്റെയും അൻഷിഫയുടെയും വിഷ്ണുവിൻ്റെയും വകയൊക്കെ വേറെ വേറെ നല്ല നല്ല അഭിനയങ്ങൾ കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വിഷ്ണു ആണെങ്കിൽ ഇന്ന് രാവിലെ തൊട്ട് തീരെ ചിരിക്കുന്നൊന്നുമില്ല, കാരണം ചിരിയിൽ കൂടെ ഇനി അഭിനയം കയ്യിൽ നിന്ന് പോയാലോ. റോസ് ആന്റണിയും സന്ദീപും ഇപ്പം എല്ലാവരും ആയി. നിനക്ക് തോന്നിയോ പടക്കളം മൂവിയിലെ സന്ദീപിന്റെ ചായ ഉണ്ടെന്ന് വിഷ്ണു? ആ എനിക്കും ഭയങ്കരമായിട്ട് തോന്നി. അത് ഇത് മാത്രല്ല, ഫേസ് കട്ട് മാത്രല്ല, അവന്റെ എല്ലാ ഒരു മാനറിസംസ് എല്ലാം എന്താ എല്ലാരും എല്ലാം ഇതുപോലെ ഉണ്ട്. ആ എനിക്കും തോന്നി, എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. എനിക്ക് വേണമെങ്കിൽ വിഷ്ണുവിനെ ഒരു ട്വിൻ ബ്രദർ ആക്കാൻ തോന്നി അതില്. ഞാൻ നല്ല രാത്രി ഇട്ട് കിടന്നുറങ്ങിയ അതേ ഡ്രസ്സാണ്. ഇപ്പൊ ഏത് ഡ്രസ് ഇട്ടാലും പകുതി വയറ് പുറത്താണ്. വിഷ്ണുവിന്റെ ടീഷർട്ട് തരുന്നില്ല, ഞാൻ ടീഷർട്ട് കേടെടുത്താണ്. ഒരു നമ്മൾ രണ്ടാമത്തെ ക്ലൂ എടുക്കാൻ വേണ്ടി ബേബി റൂമിൽ പോവാണ്. സർപ്രൈസ്! ഇത് 2 ദിവസം മുന്നേ നമ്മൾ വാർഡ്രോബ് ഫിക്സ് ചെയ്തതിന്റെ കേട്ടോ കളക്കണം. ഇന്ന് കൊണ്ടുപോയി കളയാൻ ഈ വേസ്റ്റ്. ഇവിടെ കാർഡ്ബോർഡ്സ് ആണ് ഏറ്റവും വലിയൊരു സംഗതി.
കാവ്യാത്മകമായിട്ടാണല്ലോ. എന്തൊക്കെയോ സംഗതി ഉണ്ട് കേട്ടോ. Let the hunt begin to be opened at 9:30 a.m. You're doing great. Now let's get you a step closer to your magical moment. But first a question. What do all queens wear before their coronation? Gaunale. അറിയില്ല, എനിക്ക് ഇങ്ങനെ അറിയത്തില്ല. It's in the place where royal robes and sometimes old t-shirts hang. You're on tight but fabulous schedule. ആർക്ക് ഇത്ര കവിതയോട് ഇത്ര താല്പര്യമുള്ളത്? Mom to be. കൊള്ളു. എന്റെ വളർത്ത നല്ല കളറ്. എന്റെ വയറ് പകുതി നല്ല കളറല്ലേ? അവിടെ അല്ല, അവിടെ അല്ല. ഇത് തന്നെയല്ലേ? അവിടെ ഇവിടെ ഡ്രസ്സാണോ ഇത്? The dress to be opened at 9:45 a.m. Yay! ഡ്രസ്സാ കിട്ടല്ലോ. തുറക്കട്ടെ? അവിടെ ചോറ് നോക്കൂ. ഓ, ഞാൻ തീം പറയട്ടെ. സമ്മർ പാർട്ടി എനിക്കറിയില്ല. അല്ലേ? ഈ യെല്ലോ കണ്ടിട്ട് നല്ല ഡ്രസ് കിട്ടോ. ഞാൻ ഇത്ര യെല്ലോ ഇടുന്ന ചെയ്യാറില്ല പൊതുവെ. എന്റെ ഒരു ഏരിയയിൽ വരുന്ന വേറെ ഡ്രസ് ഇല്ല എൻ്റെ അത്. പിന്നെയുണ്ട് അല്ലേ? ഇത് നല്ല രസമുണ്ട് കേട്ടോ. വെരി പ്രിട്ടി അല്ലേ? ഇതെന്തിനാ? എനിക്ക് ഏതാ ഇഷ്ടപ്പെടുന്നത് നോക്ക്. എനിക്ക് യെല്ലോ. ആ വേറൊന്നും കൂടി ഇല്ല എൻ്റെ അത്. ഇതും രസമുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ആ യെല്ലോന്റെ ആ കളറ് ഭയങ്കര ഇങ്ങനെ. ഇതും കൊള്ളാം. ഇട്ട് നോക്കായിരുന്നു അല്ലേ? Surprise, this is your baby shower outfit. Carefully chosen by your lovely friends who know you deserve to look like an absolute queen today. Take a moment to admire it. Try it on. Twill in front of the mirror. We insist. You will need to start getting ready by 10 a.m. sharp. We are watching you. You will be leaving home at 3:30 p.m. അപ്പോൾ നന്നായിട്ട് അറിയാം 10 മണിക്ക് തുടങ്ങിയാലും 3:30 പറ്റുള്ളൂ. സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് യേശു. Need help? Your next note is for someone very important. Ask him to check his office room. ഇതിൽ ഏത് ഡ്രസ്സാണ് നമ്മളിടുക? നീയല്ലേ തീരുമാനിക്കണ്ടേ? 3 ഇട്ട് നോക്ക്. എനിക്ക് ഫസ്റ്റ് എടുത്തത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടത്. അടിപൊളി. അതാണ് കൂടുതൽ ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടിട്ട് എനിക്ക് അതാ ഇഷ്ടപ്പെട്ടു. ഇട്ട് നോക്കാൻ പോകുന്നു. അടുത്തത് ഇനി നമുക്ക് വിഷ്ണുവിന്റെ റൂമിലാണ് പോകേണ്ടത്. ഞാൻ 3rd ഫ്ലോറിൽ വന്ന് കുറച്ച് കാലമായി എനിക്ക് തോന്നുന്നത്. ഇവിടെ ഓ, ഇത് തല ഡ്രസ്സാണോ? എന്നോട് ജസ്റ്റ് വന്നിട്ട് പോകാനാ പറഞ്ഞത്. ഇത് വിഷ്ണുവിന്റെയാണ്. എനിക്കും ചോയ്സ് ഉണ്ട്. വൈറ്റ് ആണോ? ഇത് നല്ല രസമുണ്ട്. തുറക്കാത്തത് കേട്ടോ. നോക്കാം. പക്ഷെ എനിക്ക് എന്നോട് നിന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. And you are officially the co-captain. Here is what you need to know. At 10 a.m. remind her kindly or firmly to start getting ready. ഈ 10 മണിക്ക് റെഡിയായിട്ട് 3:30 ഞാൻ അവിടെ നൽകേണ്ടത്. Help, zip, clip or fluff if needed. മുന്നേ ചുമ്മാ ഇങ്ങനൊരു കാഷ്വൽ കോൺവെർസേഷൻ്റെ ഭാഗമായിട്ട് വിഷ്ണു എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിനക്ക് ബേബി ഷവർ ഗേൾസ് ഓൺലി ആണോ അതോ എല്ലാവരും വേണോ എന്ന്. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു എനിക്കങ്ങനെ ഒരു ഗേൾസ് ഓൺലി അല്ല, ഇവിടെയുള്ള എല്ലാ ആൾക്കാരും എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്.
അപ്പോൾ ലൈഫിൽ ഞാൻ അത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് ആ ഒരു മൊമെന്റിൽ ഇവരെല്ലാവരും എൻ്റെ ചുറ്റും വേണമെന്നുള്ള ആഗ്രഹം ഞാനന്ന് പ്രകടിപ്പിച്ചായിരുന്നു. അങ്ങനെ നമ്മുടെ ആ പരിപാടി ഏകദേശം തീർന്നു തോന്നുന്നു കേട്ടോ. ഞാൻ പോയിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ. നമ്മളൊരു സ്മൂതി മാത്രമല്ലേ കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ സാൻഡ്വിച്ച് ഉണ്ടാക്കാനൊരു വകുപ്പ് ഇരിക്കുന്നുണ്ട്. എന്നാൽ രാത്രിത്തെ കുറച്ച് ചിക്കൻ മിക്സ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്കൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി പെട്ടെന്ന് കഴിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ മിക്സ്. ഇതിലെന്തൊക്കെ ഉണ്ടെന്ന് അറിയോ? ഇതിൽ ചിക്കൻ ഉണ്ട്, റെഡ് ക്യാബേജ് ഉണ്ട്, വൈറ്റ് ക്യാബേജ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, പിന്നെ കക്കരിക്കയുണ്ട്. ഇതെല്ലാം കൂടെ നമ്മളിട്ടിട്ടാണ് ഈ മിക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ കുറച്ച് കെച്ചപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ബ്രെഡിൻ്റെ ഇടയിൽ വെച്ച് അങ്ങോട്ട് കഴിക്കാം. സാൻഡ്വിച്ച് എന്ന് പറഞ്ഞെങ്കിലും ഉണ്ടാക്കി വന്നപ്പോഴേക്ക് അതൊരു ടോട്ടിയ റോളായി കേട്ടോ. പിന്നെ ഒപ്പം നമുക്ക് കുറച്ച് വാട്ടർ മെലണും കൂടെ കഴിക്കാം. നല്ല ചൂടാണ്, അതുകൊണ്ട് ഇപ്പം ഞാൻ കുറച്ച് ഇങ്ങനെ വെള്ളത്തിൻ്റെ കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ വാങ്ങി സ്റ്റോക്ക് ചെയ്യാറുണ്ട്. വിശപ്പ് മാറിയ സ്ഥിതിക്ക് നമുക്കിനി പോയി ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കാം കേട്ടോ. ഞാനപ്പോൾ ഈ 3 ഡ്രസ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇതിലേതാണ് നമുക്ക് പാകമാവുക എന്നുള്ളത്. രാവിലെ 10:30 റെഡി ആവാനായിരുന്നു നമ്മുടെ നോട്ടിലുണ്ടായിരുന്നത്. ഇപ്പൊ സമയം 12 മണിയായി. എനിക്ക് തോന്നുന്നു 2-2.5 മണിക്കൂറൊക്കെ മതിയായിരിക്കും റെഡി ആവാൻ വേണ്ടിയിട്ട്. എപ്പോഴും നമ്മളിങ്ങനെ നന്നായിട്ട് റെഡി ആവണമെന്ന് വിചാരിക്കും, ഏറ്റവും കൊളാവാണല്ലോ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഇന്ന് കൊളാക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ 3 എണ്ണത്തില് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കട്ടെ ഏതാണ് നമുക്ക് മാച്ചിങ്. ഇങ്ങനെ വിഷ്ണു ഞാൻ പക്ഷെ വിചാരിച്ചതിനേക്കാളും മുന്നിലുള്ളൂ. പക്ഷെ അതിനൊരു ബ്രൈറ്റ്നെസ് ഇല്ല. കുറച്ചൊരു നമ്മള് ഒരു 3rd ട്രൈമസ്റ്റർ ഫോട്ടോഷൂട്ടിന് വിചാരിച്ച ഡ്രസ്സിന്റെ കളർ ഏകദേശം ഇതായിരുന്നു. കുറച്ച് ഒരു ഇതായ ഡ്രസ്സാണ്. Then option 2. How's it? മറ്റേനെക്കാട്ടും ബെറ്റർ ആണ് തോന്നുന്നു. ബട്ട് സ്റ്റിൽ മറ്റേ വാർത്തകൊണ്ട് ഇതിന് നമ്മൾ അണ്ടർ ഗാർമെന്റ്സ് ഒന്ന് സൂക്ഷിച്ചെടുക്കേണ്ടി വരും. കാരണം ഇത് ഭയങ്കര സീംലെസ് ആയിട്ടുള്ള മറ്റേനും വേണം. പക്ഷെ എന്നാലും ഇതിന് കുറച്ചും കൂടെ ലൈറ്റ് കളേഴ്സ് നോക്കിയെടുക്കണ്ടേ. കണ്ടോ, ഇത് പ്രോപ്പർ ആയിട്ട് കാണുന്നില്ല ഇവിടെ. ലാസ്റ്റ് ഇത് വിഷ്. ഇത് കുഴപ്പമില്ല. വെറുതെ വയർ കാണുന്നൊക്കെ ഉണ്ടായിച്ചു. വയർ കാണിക്കണം. വയറുണ്ട്, കാണുന്നുണ്ട്. ഇതെന്റെ യൂഷ്വൽ സ്റ്റൈലാണ്, പക്ഷെ യൂഷ്വൽ കളറല്ല. ഭംഗി നിനക്ക് ഇതാന്ന് എനിക്ക് തോന്നുന്നു. ഇതെടുത്തോ. അവസാനത്തെ ക്ലിപ്പിൽ വിഷ്ണുവിന്റെ ശബ്ദം കുറച്ച് മാറിയിരിക്കുന്നുണ്ടായിരുന്നില്ലേ? ഡ്രസ്സിന്റെ അഭിപ്രായം പറഞ്ഞ് ആവേശം കൂടി വാഷ് ബേസിന്റെ സൈഡിൽ പോയിട്ടൊന്ന് പ്രസ് ചെയ്തതാണ്. വോളിൽ മൗണ്ട് ചെയ്ത് വെച്ചിരുന്ന ആ സംഗതി താഴെത്തി. എന്തോ ഭാഗ്യത്തിന് കാലിന്റെ മുകളിൽ വീണില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കേടുവന്നാൽ നമുക്ക് ഭയങ്കര വിഷമല്ലേ? വിഷ്ണു കുറച്ച് ഡൗൺ ആയിരുന്നു. വിഷ്ണുവിന്റെ സമയം ഒട്ടും ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് നല്ല അടിപൊളി സമയമെന്നാട്ടോ തോന്നുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ കാലിലറ്റ് വീണിരുന്നെങ്കിൽ തീരുമാനമായതിനെ അടുത്തൊരു 3-4 മാസം. ഇന്നത്തെ ഒരു ദിവസം വാഷ് ബേസിൻ പൊട്ടിയതിനെ പറ്റിയിട്ടൊന്നും ആലോചിച്ച് വിഷമിച്ച് കളയാൻ സമയമില്ല കേട്ടോ. കാരണം ഇന്ന് നമ്മുടെ ലൈഫിൽ ഒരു അടിപൊളി ദിവസമാണ്. അതുകൊണ്ട് തൽക്കാലം അത് അവിടെ ഇരിക്കട്ടെ. നാളെ മറ്റന്നാളെ നമുക്ക് ഫിക്സ് ചെയ്യാം. വിഷ്ണു കുറച്ചു നേരം പോയി ക്രിക്കറ്റൊക്കെ ഒന്ന് കണ്ട് മൈൻഡ് റിഫ്രഷായി വരുമ്പോഴേക്ക് ഞാൻ ഒന്ന് ചെറിയൊരു കുളിയൊക്കെ കുളിച്ചിട്ട് വരാം കേട്ടോ. ഇന്നിവിടെ ഭയങ്കര ചൂടുള്ളൊരു ദിവസമാണ്. ഈ സമ്മറിലെ ടിൽ ഡേറ്റ് ഏറ്റവും ചൂടുള്ള ദിവസമാണ്. 34 ഡിഗ്രി എന്തോ ആണിന്ന്. അതുകൊണ്ട് നല്ല തണുത്ത വെള്ളത്തിലൊരു കുളി കുളിച്ച് വന്നാൽ നല്ലൊരു ഫ്രഷ് ഫീൽ ഉണ്ടായിരിക്കും. അതിൽ നമുക്ക് അങ്ങോട്ട് റെഡി ആവാൻ വേണ്ടി തുടങ്ങാം. ഇനി അധികം സമയം കളയാതെ മെല്ലെ റെഡി ആയി തുടങ്ങാം കേട്ടോ. സമയം 1:30 ആയിട്ടുണ്ട്. കൃത്യം 3:30 നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. 2 മണിക്കൂറൊന്നും എനിക്ക് റെഡി ആവാൻ വേണ്ടി വേണ്ട കേട്ടോ. പക്ഷെ നമ്മൾ വീഡിയോയും കൂടെ ഒപ്പം എടുക്കുമ്പോൾ അതിൻ്റെ ഒരു സമയം കൂടെ കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇന്ന് എന്ത് വന്നാലും നമ്മൾ ലേറ്റ് ആവില്ല. ഈ ലേറ്റ് ആവുന്ന കാര്യമാണ് എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ മെന്റലി അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ലേറ്റ് ആവുന്നത്. എന്ന് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഒരു കൊല്ലത്തെ എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിരുന്നു ഞാൻ ലേറ്റ് ആവില്ല എന്ന്. ഞാൻ ഇഷ്ടംപോലെ ട്രൈ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തെങ്കിലും സ്റ്റിൽ എവിടേക്കോ എൻ്റെ കാൽക്കുലേഷൻസ് കഴിച്ചു പോകും. അതുകൊണ്ട് ഇപ്പോൾ വിഷ്ണുവാണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരാറ് എപ്പോൾ ഞാൻ റെഡി ആവണമെന്ന്. അപ്പോൾ വിഷ്ണുവിൻ്റെ കാൽക്കുലേഷൻ പ്രകാരമാണ് നമ്മൾ 12:30 റെഡി ആവാൻ വേണ്ടി തുടങ്ങിയത്. ഞാനൊന്ന് കുളിച്ചു. അതിൻ്റെ ഇടയിൽ നേരത്തെ പറഞ്ഞ സംഗതി ഉണ്ടായി, അത് പൊട്ടി വീഴല്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ 1:30 റെഡി ആവാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. നമ്മളൊരു ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിനനുസരിച്ചൊരു മേക്കപ്പ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യാം. എൻ്റെ ഒരു ജ്വല്ലറീസ് ഏതാണുണ്ടാവും ഞാൻ തീരുമാനിച്ചിട്ടില്ല. നമുക്കൊപ്പം ഒരു തീരുമാനമൊക്കെ ഏതിടണം എന്നുള്ളത്. എനിക്ക് എത്ര സന്തോഷം ഉണ്ട് എന്നുള്ളത് എത്രത്തോളം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ ബേസിക്കലി ഭയങ്കര എക്സ്പ്രസീവ് അല്ലാത്ത ഒരാളാണ്.
എൻ്റെ വികാരങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതിപ്പോൾ സന്തോഷം മാത്രമല്ല കേട്ടോ, സങ്കടമാണെങ്കിലും എന്താണെങ്കിലും ചില ആൾക്കാർ മരക്കഷ്ണം പോലെയെന്ന് പറയില്ലേ, അപ്പൊ എനിക്ക് ഉള്ളിൽ നല്ല ഫീലിങ്സ് ഉണ്ടെങ്കിലും പുറത്ത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിഷ്ണു എൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണോ എന്ന്. ഞാൻ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇതിപ്പോ എനിക്ക് വാക്കുകൊണ്ട് പറയാനേ പറ്റുള്ളൂ, കാരണം ജന്മനാൽ വികാരമില്ലാത്തൊരു മുഖമായി പോയി എൻ്റെ മുഖം. ലേറ്റർ എനിക്ക് ഒരാളുടെ അടുത്ത് എനിക്ക് എത്ര സന്തോഷം ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് വാക്കുകളിൽ കൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും എൻ്റെ മൈൻഡിലുള്ള സന്തോഷം എൻ്റെ മുഖത്ത് വരാൻ അറിയില്ല. ഞങ്ങൾ പാരമ്പര്യമായിട്ട് കൈമാറി വന്നതാണ് എക്സ്പ്രഷൻ ഇല്ലാത്ത ഈ ഒരു മുഖം. അപ്പൊ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്. എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്താ നടക്കാൻ വേണ്ടി പോണേന്നുള്ളത്. എനിക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ വെച്ചിട്ട് അവരൊരു സമ്മർ പാർട്ടി തീമിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്കിനി സമയം കളയാതെ റെഡിയാവാം. ഒരു ഫീലിന് വേണ്ടി ഞാൻ നമ്മുടെ ഡ്രസ്സ് ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തിനാ വർത്തമാനം പറഞ്ഞ് ഞാൻ റെഡിയാവല്ല, എനിക്ക് എന്തൊക്കെ പറയണമെന്നുണ്ട്, എന്താ പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ വർത്താനം നിർത്തി, ഞാൻ റെഡിയാവട്ടെ. ഫേസ് മേക്കപ്പ് ഓൾമോസ്റ്റ് ചെയ്തു കേട്ടോ. ഭയങ്കര ഓവർ ആക്കുന്നില്ല, കാരണം പുറത്ത് 34 ഡിഗ്രിയാണ് നേരത്തെ പറഞ്ഞതുപോലെ. അതുകൊണ്ട് നമ്മൾ നല്ലോണം വേർത്ത് ഒലിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് മിനിമൽ ആയിട്ടുള്ള മേക്കപ്പ് പിടിക്കാം. പിന്നെ എനിക്ക് തോന്നുന്നത് കുറച്ച് മിനിമൽ ആയിട്ടുള്ള മേക്കപ്പ് ആയിരിക്കും ഈ ഒരു ഡ്രസ്സിനൊക്കെ ചേരുന്നത്. അപ്പോൾ ഭയങ്കര ഓർഡിനറി ആയിട്ടുള്ള മിനിമൽ ആയിട്ടുള്ള ഒരു മേക്കപ്പാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. കുറച്ചൊരു റോസിലോട്ട് വരുന്ന ഷെയ്ഡ് എടുക്കാം, കാരണം ഈ ഒരു ഡ്രസ്സിൻ്റെ ഒപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് ഡാർക്ക് കളറിലോട്ട് പോകുന്നതിനേക്കാളും കുറച്ചൊരു പ്ലസന്റ് ആയിട്ടുള്ള ഷെയ്ഡിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. മേക്കപ്പ് അല്ല തനിക്ക് റെഡി ആവണ്ട. ഞാൻ കുളിക്കാൻ പോകും, നീ ഫുഡ് കഴിക്കാൻ തുടങ്ങണം. വെയിറ്റ് ആയിട്ട് 2 മണി കഴിഞ്ഞു. ഞാനൊരു ബ്രോക്കലി ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം പയറ് കഞ്ഞിയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് കേട്ടോ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് യോഗട്ടും കൂടെ ആഡ് ചെയ്താൽ പൊളിക്കും. എക്സൈറ്റഡ് ആണോ? അത് തനിക്ക് എക്സൈറ്റ്മെന്റ് ശരിക്കും ഗേൾസ് ഓൺലി ആണോ? അത് അങ്ങനെ വെക്കാൻ കാരണം അത് എല്ലാരും കൂടി വീട്ടിൽ ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാ അപ്പൊ തനിക്കിനി മറ്റേ എന്താ പറയാ ബേബി ഷവർ തനിക്കില്ലേ ഫാദർ ടു ബിക്ക്? എന്താ ഇതൊക്കെ കള്ളാണെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞ മൈൻഡ് അങ്ങനെ സെറ്റ് ചെയ്യൂട്ടോ. ഞാൻ മൈൻഡ് അങ്ങനെ ഗേൾസ് ഓൺലിക്ക് സെറ്റ് ചെയ്യും. എന്താ മൈൻഡ് സെറ്റിന് വ്യത്യാസം? ഗേൾസ് ഓൺലി ആണെങ്കിൽ നല്ല ചൂടുള്ള ദിവസം കേട്ടോ. താഴത്തുനിന്ന് ഭക്ഷണം കഴിച്ച് മോളിക്ക് വന്നപ്പോ ഭയങ്കരമായിട്ട് വേർത്തു. ഞാൻ പോയിട്ട് ഇനി ഈ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് മുടി ഒന്ന് നമുക്ക് ചുറ്റും കൂടെ ചെയ്യാം. വിഷ്ണു കുളിച്ചോണ്ടിരിക്കുകയാണ്. ഒരു മണിക്കൂറിൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. പാർക്കാണപ്പോ അങ്ങനെ അത് തീരുമാനമായി. എനിക്ക് ഈ ഡ്രസ്സിന്റെ ഫിറ്റിങ്ങില് കുറച്ച് ഇവിടെയൊക്കെ പ്രശ്നമുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇന്നല്ല ആദ്യമായിട്ട് നോക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെയൊക്കെ ചെറിയ പ്രശ്നം. ഞാൻ കുറച്ച് ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചതാണ്. അപ്പൊ വിഷ്ണു എന്റെ അടുത്ത് ഒരു വലിയ ഡയലോഗ് പറഞ്ഞു. എന്താണ് വലിയ ഡയലോഗ് വിഷ്ണു? All moments are not about dress. അതെ പറയൂ, come on. എല്ലാ മൊമെന്റ്സും ഡ്രസ്സും മേക്കപ്പും അല്ല. ചില മൊമെന്റ്സ് അവർ നമുക്ക് തരുന്ന സ്നേഹവും സന്തോഷവും പിന്നെന്തൊക്കെയാണ്? സ്നേഹവും സന്തോഷം കരുതലും ഒക്കെയാണ്. അപ്പൊ എന്തായാലും ഈ ഡ്രസ്സിൽ ഇന്ന് എന്റെ അത്ര ഭംഗി വേറെ ആരും ഉണ്ടായിരിക്കില്ല. കാരണം അവർ അത്രയും ആലോചിച്ച് വാങ്ങിച്ച ഡ്രസ്സാണ് 3 എണ്ണം വിഷ്ണു എന്റെ അടുത്ത് പറഞ്ഞത്. അത് കേട്ടപ്പോ എനിക്കിതിൽ എന്നെ തന്നെ വളരെയധികം എന്താ പറയുക ലുക്കായി തോന്നുന്നു. പോവാ എടാ, തന്നെ ഡ്രസ്സ് ഒന്ന് കാണിച്ചത് 1 മിനിറ്റ് ഒന്ന് വരുമോ? ഇതാണ് വിഷ്ണുവിന്റെ ഡ്രസ്സ്. തങ്കക്കുളത്തിന് എന്തിനാ പൊട്ടെ? ഞാൻ രാവിലെ തൊട്ട് ഒരുങ്ങാൻ തുടങ്ങിയതാണ്. വിഷ്ണു 5 മിനിറ്റിൽ ഇറങ്ങിയിട്ട് ലുക്ക് ആയതുകൊണ്ടോ? എനിക്ക് ഉള്ളില് ബെൽറ്റും ഷൂസും കൂടെ ഇവിടുന്ന് അടിയിട്ടുള്ളോട്ടുള്ളത് ഞാൻ വാങ്ങിയതാണ്. അപ്പൊ എന്തായാലും നമ്മൾ ഇറങ്ങാൻ നോക്കട്ടെ. സമയം എത്ര? 3:15. അപ്പൊ ഓൺ ടൈം നമ്മൾ ഇറങ്ങാണ്. അപ്പൊ നമ്മള് പോവാണ്. നല്ല ചൂടാണ് കേട്ടോ. ഇന്ന് 34 ഡിഗ്രിയാണ്. അപ്പോൾ നല്ല അടിപൊളി ചൂടാണ്. വാവ്, അഗൈൻ സർപ്രൈസ്. കാറിന്റെ സീറ്റിൽ ഒരു പൂവും ഒരു ലെറ്ററും. നോക്കി നോക്കാം എന്താണ്. എന്താ ചൂട്. ടുഡേ ഈസ് എ ഹാപ്പി ഡേ. ടൈം ടു ഷൈൻ ടു ബി ഓപ്പൺഡ് അറ്റ് 3:30 PM.
you did it. You are dressed glowing and fabulous. Now it's time to head out and make your grand entrance. We'll be waiting to shower you with love, laughter and a little bit of sugar. Sugar? Let the celebration begin. Love your shower. Dream team. നേരത്തെ വിഷ്ണു പാർക്കിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം കയ്യിൽ നിന്ന് പോയ സ്ഥിതിക്ക് ഇവിടെ പാർക്കിൽ വെച്ചിട്ട് പരിപാടി നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഹെമന്റിന്ന് നമ്മൾ ഇവിടെ നിന്ന് സ്പെഷ്യൽ റിക്വസ്റ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ പെർമിഷൻ എടുക്കണുണ്ടോ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ കുറച്ച് ആൾക്കാരിൽ കൂടുതലുള്ള പരിപാടി പാർക്കിൽ വെച്ചിട്ട് നടത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടെ എത്ര ആൾക്കാരുണ്ടെന്ന്. വിഷ്ണു പറയുന്നുണ്ട് ഗേൾസ് ഓൺലി ആണെന്ന്, പക്ഷെ വിഷ്ണു തന്നെ പറയുന്നുണ്ട് ഫുൾ നേരം അവിടെ നിൽക്കുമ്പോൾ വേർത്ത് പോകുന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് എനിക്കറിയില്ല. വിഷ്ണു, എന്തെങ്കിലും ഈ ഒരു മൊമെന്റിൽ പറയാനുണ്ടോ? ലൈക്ക് പിന്നെ നമ്മൾ വീഡിയോ കാണുമ്പോൾ ഇത് പറയണമായിരുന്നു, അങ്ങനെ എന്തെങ്കിലും തോന്നുന്ന ഒരു കാര്യം എബൌട്ട് ഫ്രണ്ട്സ് ഓർ മോൻ്റെ അടുത്ത് പറയാൻ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയാൻ, അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരെ പറ്റി പറയാൻ എന്തെങ്കിലും? ഇങ്ങനെ ഒരു പരിപാടി ഇന്ന് നീ അറിയാതെ പ്ലാൻ ചെയ്യണമെങ്കിൽ എല്ലാവരും കുറേ കഷ്ടപ്പെട്ടാൽ മാത്രമേ നടത്താൻ പറ്റൂ. അപ്പം ഇതിൽ എല്ലാവരും ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ആലോചിക്കായിരുന്നു ഈ ചൂടത്ത് ഇപ്പൊ നമ്മൾ എത്തുന്നതിന്റെ മുന്നേ അവിടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ കാര്യം തീരുമാനമായിട്ടുണ്ടായിരിക്കും. സീരിയസ്ലി ഈ വെതറിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തുക, ഇത്രയും അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഇറ്റ്സ് സൂപ്പർ ടഫ്. അത് ഇവിടെ നമ്മുടെ ഫ്രണ്ട്സ് അത്രയും എഫേർട്ട് എടുക്കുന്നതുകൊണ്ടാണ്, ഈസി അല്ല. എനിക്ക് ആക്ച്വലി ഈ മൊമെന്റിൽ ഇത് പറയുമ്പോൾ എനിക്ക് കുറച്ച് ഇമോഷൻ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ എൻ്റെ എക്സ്പ്രഷൻ കാണിക്കാൻ അറിയില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? കാണിക്കാതിരിക്കല്ലേ അപ്പൊ ഞാൻ ഏറ്റവും ജെന്യൂൻ ആയിട്ടിരിക്കുന്ന കാര്യം. അത് ഓരോരുത്തരുടെ കംഫർട്ട് സോൺ അല്ലേ. കാണിക്കണേ കാണിക്കാം, എന്തായാലും അഭിനയിക്കാതിരിക്കുക. കാണിക്കുകയാണെങ്കിൽ ശരി, കാണിക്കാതിരിക്കുന്നതാണെങ്കിൽ ശരി. Just be real. Yeah, just be real. But understand. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുണ്ടോ? ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കണം എന്നുണ്ടെങ്കിൽ അതും പുറത്തിറങ്ങി നിൽക്കാൻ പറ്റണല്ലോ. ഇത്രയും ചൂടാണ്. എടാ ഞാൻ ലൗഡ് സ്പീക്കറിലാണ്. ഞാൻ 8 മിനിറ്റിലെത്തും. നമ്മുടെ ഗസ്റ്റ് ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എന്നാലും ആരൊക്കെയാണ് വിഷ്ണു? എനിക്ക് എല്ലാ കാര്യവും ഉണ്ടല്ലോ, ഇങ്ങനെ പെട്ടെന്ന് അറിയാനുള്ള ധൃതി കാരണം ഞാൻ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ട എല്ലാവരും നിങ്ങൾ വിളിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ വിചാരിക്കും. നമ്മളിവിടെ എത്തി. നമ്മളോട് കുറച്ച് നേരം ഇവിടെ കാറിൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നല്ല AC, നമ്മൾ ഫാൻ സ്പീഡ് നല്ല കൂട്ടിയിട്ടിരിക്കുക കേട്ടോ. അതുകൊണ്ടാണ് ബാക്കിൽ ഭൂ എന്നുള്ള ശബ്ദം. അപ്പൊ നമ്മൾ എത്തി. ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് ഇവിടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു അല്ലേ? എടാ ഞാൻ മറ്റേ കുറച്ച് മുമ്പോട്ടായിട്ട് പാർക്ക് ചെയ്തിരിക്കുക. ഗീതു എന്നോട് 10 മിനിറ്റ് എന്ന് പറഞ്ഞു വിളിച്ചപ്പോ. വരൂ. സ്റ്റീവ് അല്ലത്? സ്റ്റീവ് അല്ലത്? ഹേ സ്റ്റീവ്, എടാ അറിയോ? Hey man. എനിക്ക് ഇൻസൈഡ് ചെയ്യാൻ പാടില്ല. അയ്യോ വിഷ്ണു പോയി താൻ ഓർമ്മ വെച്ചോ. എനിക്കുണ്ട്. കരച്ചിൽ കുറച്ച് എങ്ങനെയുണ്ടായിരുന്നു വിഷ്ണുവിന്റെ പെർഫോമൻസ് രാവിലെ മുതലുള്ള? നീ അഭിനയിച്ച് തകർത്തോ? എന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ്
ഇപ്രാവശ്യം ജൂറി എന്ന് കണ്ടാൽ ചിലപ്പോ എനിക്ക് അവാർഡ് തന്നെ. ബെസ്റ്റ് ആക്ടർ കണ്ടില്ലേ? പിന്നെ നല്ല അടിപൊളി. കേക്ക് പോയി വീഴ്ത്തരുതോ. വീഴ്ത്തും അടിപൊളിയുണ്ടല്ലോ. ഐഷു ഡ്രസ് കീറിയിട്ടുണ്ട്. ഐഷു ബാക്കിന്ന്. ഐഷു ഡ്രസ്സിന്റെ സ്റ്റിച്ച് പോയി. ഐഷു അല്ല താങ്ക് യു പറ്റില്ല. ഒരു പാട്ട് പാടണം. വിഷ്ണു വിസിലടിച്ചാ മതി. Clap, guys. ഞാൻ ഈ ഒരു ഹാളിൽ വന്ന് കയറിയപ്പോൾ തൊട്ട് എനിക്കിഷ്ടമുള്ള എല്ലാ ആൾക്കാരും ആരൊക്കെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചോ അവരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ഈ ഒരു ഡെക്കറേഷനും പിന്നെ ഈ ഒരു ക്യാപ്ഷനും ഹിയർ കംസ് ദ സൺ. അതിൽ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയായിരുന്നേ. എന്താണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് ചോദിക്കുകയായിരുന്നേ ഇവര്. ഔട്ട്ഡോറാ വിചാരിച്ചത്. ഇന്ന് എല്ലാ കാര്യം ഒന്നൊന്നിനേക്കാൾ നല്ലതായിരുന്നേ. ഡെക്കറേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു കേക്ക് റോസ് അറേഞ്ച് ചെയ്തതാണ് കേട്ടോ. ഇവിടെ നെതർലാൻഡ്സിൽ തന്നെയുള്ള എലീന എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടാക്കിയ കേക്കാണ്. എലഗൻ ബേക്സ് ബൈ എലീന എന്നാണ് കേട്ടോ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ്. ഇതൊരു കൊളാബായിട്ടൊന്നും അല്ല കേട്ടോ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നത്. എനിക്ക് അവർ ഇൻസ്റ്റാഗ്രാമിൽ അയച്ച മെസ്സേജും വിഷസും എല്ലാം ഭയങ്കര ലവബിൾ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒന്ന് പറയണം തോന്നി. അതിലുപരി കേക്കിൻ്റെ ടേസ്റ്റും അടിപൊളിയായിരുന്നു. നമുക്ക് ഈ ഭൂമിയിൽ ജനിക്കാൻ ഒരു അവസരം കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണല്ലേ. ഞാനൊരു 5 months പ്രഗ്നൻ്റ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ കൈ വയറിൻ്റെ മുകളിൽ വെച്ച് ദിവസം ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ മോൻ്റെ അടുത്ത് സംസാരിക്കണം. നല്ല കാര്യങ്ങൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ചുറ്റുമുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും നമ്മൾ എത്ര ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം നമുക്ക് കിട്ടാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ടും എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ ഒരു 5 മിനിറ്റെങ്കിലും മോൻ്റെ അടുത്ത് സംസാരിച്ചാൽ നല്ലൊരു പോസിറ്റിവിറ്റി ആയിരിക്കും എന്ന് ഞാൻ അന്ന് തൊട്ട് ഫോളോ ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് കേട്ടോ അത്. ഈ ലോകം നന്മ മാത്രം നിറഞ്ഞൊരു സ്ഥലമൊന്നുമല്ല. ഇവിടെ നല്ല ആൾക്കാരും മോശം ആൾക്കാരും ഉണ്ട്. അതേപോലെ തന്നെ നല്ല കാര്യങ്ങളും നമുക്കൊന്നും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത മോശവും തെറ്റുമായ കാര്യങ്ങളും എല്ലാം നടക്കുന്ന സ്ഥലമാണ്. നമ്മൾ എവിടെ ജനിക്കുന്നു, എങ്ങനെ ജനിക്കുന്നു, ഏത് രൂപത്തിൽ ജനിക്കുന്നു എന്നുള്ളതൊന്നും ഒട്ടും നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യമല്ല. നല്ല മനസ്സുള്ള കുറച്ച് ആൾക്കാരുടെ ഇടയിൽ ജനിക്കാനും അവരുടെ ഒപ്പം ജീവിക്കാനും ഒരു അവസരം കിട്ടുക എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ് അല്ലേ. ആ കിട്ടിയ ഒരു ഭാഗ്യം നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നാണ് ഞാൻ മോൻ്റെ അടുത്ത് എന്നും ഈ ഒരു 5 മിനിറ്റിൽ പറയുന്ന കാര്യം. ഇപ്പം മോൻ ജനിക്കുന്നതിൻ്റെ മുന്നേ തന്നെ എത്ര ആൾക്കാരാണ് അവനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്, എത്ര ഗിഫ്റ്റാണ് അവന് കിട്ടുന്നത്, എത്ര സമയമാണ് ആൾക്കാർ അവന് വേണ്ടി മാറ്റി വെക്കുന്നത്. ഇതൊന്നും ലോകത്തിലെ എല്ലാ ആൾക്കാർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമൊന്നുമല്ല. പുള്ളിയുടെ സന്തോഷത്തിന് വേണ്ടി നമ്മളെ കൊണ്ട് പറ്റുന്ന എന്ത് കാര്യമാണെങ്കിലും, ഇനി കുറച്ച് പറ്റാത്ത കാര്യമാണെങ്കിലും ശ്രമിച്ച് ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ള പേരൻസ്. പിന്നെ മോൻ്റെ മുഖം കാണുന്നതിൻ്റെ മുന്നേ തന്നെ മോനെ പറ്റി സംസാരിക്കുമ്പോൾ മുഖത്ത് ഏറ്റവും കൂടുതൽ സ്നേഹവും സന്തോഷവും വരുന്ന ഗ്രാൻഡ് പേരൻസ്. പിന്നെ നാട്ടിലും ഇവിടെയാണെങ്കിൽ കൊഞ്ചിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന കുറേ വല്യമ്മമാരും മേമ്മമാരും. പിന്നെ മോൻ ജനിക്കുന്ന ഡേറ്റ് നോക്കിയിരിക്കുന്ന ഇവിടുത്തെ നാട്ടിലെയും കുറേ കുട്ടി ടീംസും. ഇതൊക്കെ അങ്ങനെ ഒരു ചെറിയ കാര്യമാണോ? എനിക്കിതൊക്കെ ഒരു വലിയ കാര്യമായിട്ടും നമ്മൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരിക്കേണ്ട കാര്യമായിട്ടാണ് എനിക്ക് തോന്നാറ്. അതുകൊണ്ട് ജന്മം കൊണ്ട് നമുക്ക് ഭാഗ്യമുണ്ട്. പക്ഷെ മുന്നോട്ട് തുടർന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തിയിൽ നല്ല കാര്യങ്ങൾ കൊണ്ടുവരാനും നല്ല കാര്യങ്ങൾ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാനും നല്ല കാര്യങ്ങളിൽ ഇൻവോൾവ് ആവാനും മറ്റുള്ളവരെ സഹായിക്കാനും പഠിച്ചുകൊണ്ട് നല്ലൊരു മനുഷ്യനായി നമ്മൾ വളരാൻ ശ്രമിക്കണം എന്നാണ് ഞാൻ മോൻ്റെ അടുത്ത് പറയാറ്. ചുരുക്കി പറഞ്ഞാൽ നിനക്ക് സന്തോഷം തരുന്ന എന്ത് കാര്യവും നമുക്ക് ചെയ്യാം.
പുതിയ കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും പഠിക്കാം, എന്ത് സ്കിൽസ് വേണമെങ്കിലും പഠിക്കാം. പക്ഷെ എന്തൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും അവസാനം വരുന്ന ഒരു ചോദ്യം നമ്മുടെ ഇൻറ്റൻഷൻ ഗുഡായിരുന്നു എന്നുള്ളതാണ്. വേറൊരാളെ ഉപദ്രവിച്ചുകൊണ്ടോ വേറൊരാളുടെ സന്തോഷം തല്ലിക്കെടുത്തിക്കൊണ്ടോ ആവരുത് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യം. കൈൻഡ്നെസ് അത് പഠിക്കുക, അതിൻ്റെ ഒപ്പം നല്ലൊരു മനുഷ്യനായി വേറെയുള്ളവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് നല്ലൊരു മനുഷ്യനായി വളരാൻ ശ്രമിക്കുക. ഈ ഒരു ജീവിക്കാൻ നമുക്ക് കിട്ടിയ ഒരു അവസരം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. ഈ ഉപദേശമൊക്കെ കഴിയുമ്പോൾ കുറച്ച് ചവിട്ടും കുത്തുമൊക്കെ കിട്ടാറുണ്ട്. ഒന്നെങ്കിൽ കാര്യം മനസ്സിലായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഉപദേശം ഇഷ്ടമല്ലാഞ്ഞിട്ടായിരിക്കാം. എന്താണെന്നുള്ളത് നമുക്ക് പുറത്ത് വന്നാൽ അറിയാം. അതവിടെ നിൽക്കട്ടെ, അമ്മുച്ചേച്ചിയും എല്ലാവരും കൂടെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ നമ്മുടെ അടുത്ത പരിപാടി. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് മമ്മിയാണോ ഡാഡിയാണോ ആൻസർ എന്നുള്ളത് നമ്മളിതേ ഈ കാർഡ് പൊക്കി കാണിക്കണം. ഡിപ്പെൻസ്. ക്വസ്റ്റ്യൻ പോലിക്കില്ല. Okay, question ഇതാണ്. കണ്ണടി വേണോ? Question ഇതാണ്. Who said let's not buy anything until the third trimester? ഡാഡി ഉറപ്പ്, ഒരു സംശയമില്ല. Who is going to cry first when the baby is born? ഐഷു. അയ്യോ, അല്ല. ഐഷു. Okay, who do you think the baby will get their intelligence from? ആ ഒരു ഗെയിമിൻ്റെ ഒറിജിനൽ വൈബ് മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഓഡിയോ മ്യൂട്ട് ചെയ്യാതിരുന്നത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയില്ലാന്നുണ്ടെങ്കിലും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അടുത്തത് നമ്മൾ ബേബി ഷവറിലൊക്കെ കാണുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഗെയിമാണ് കേട്ടോ. അതായത് നമ്മൾ കുഞ്ഞു പിള്ളേരുടെ ഡയപ്പറിൻ്റെ അകത്ത് അവർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് വെക്കും. അതായത് ചോക്ലേറ്റോ അല്ലെങ്കിൽ പഴം ഉടച്ചതോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഫുഡ്, അത് നമ്മൾ മണത്ത് നോക്കിയിട്ട് എന്താണ് അതിൻ്റെ അകത്ത് എന്നുള്ളത് നമ്മൾ പറയണം. ഇത് കുറേ ബേബി ഷവർ നമ്മൾ കണ്ടുവരുന്ന ഒരു ഗെയിമാണ്. അപ്പൊ ഇവരുടെ കണ്ണ് നമ്മൾ കെട്ടിയിട്ട് ഇവർക്ക് ഇതിനകത്ത് എന്താണുള്ളത് ഗസ് ചെയ്യാം. അവർക്ക് കാണാൻ പാടില്ല, ബട്ട് അവർക്ക് ഫീൽ ചെയ്യാം, സ്മെൽ ചെയ്യാം, ഇവൻ വേണമെങ്കിൽ കഴിച്ചു നോക്കാം. വിഷ്ണു കൊടുക്കേണ്ടി പോലും വന്നില്ലേ? വിഷ്ണുന്റെ കയ്യിലാണ്. ആ അതെ, ഇത് തുറക്കാൻ പറ്റില്ല. അതിന്റെ തുറക്കാൻ പറ്റാതെ തുറന്നോ? ഐഷു തുറന്നല്ലോ, അതൊക്കെ ഐഷു തുറന്നു. ആ തുറന്നു. അത് ഫുള്ളായിട്ട് തുറന്നിട്ടില്ല. ആ ഇനി മണത്തോ? അയ്യോ താഴെ പോയി. സാറില്ല, വേണേ കഴിച്ചു നോക്കാം. അല്ല എനിക്ക് വേണ്ട. വിഷ്ണു കഴിച്ചു നോക്കി. അയ്യേന്ന് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് കിട്ടിയില്ല. തുറന്നു കഴിക്കണോ? ആ തുറന്നോ, കണ്ണുറന്നോ. പിള്ളേര് കഴിക്കേണ്ട സാധനമാണിത്. മാവൊന്നുമില്ല. ആ മറ്റേ ചീത്ത മണം തുറന്ന് പൈസ കൊതിയായി. കഴിക്കാം. It's all edible. Freshly made. അപ്പിയാന്ന് പറഞ്ഞു. എടാ അങ്ങനെ തരുമോ? അതെ ഞാൻ കഴിച്ചോട്ടെ. പഴം. ഓ ഐഷയുടെ സെൻസസ്. പഴത്തിന് എൻ്റെ മൂക്ക് പിന്നെ ഇപ്പോൾ കുറച്ചും കൂടെ ഷാർപ്പാവുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു ഡോഗ് സ്ക്വാഡിൽ കയറാമെന്നുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ ഇങ്ങനത്തെ സെൻസസ് എല്ലാം ഡബിളോ ട്രിപ്പിളോ ഒക്കെ ആവുമല്ലോ.
ഈ ഫുഡെല്ലാം ഇവരുണ്ടാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. സ്റ്റാർട്ടേഴ്സായിട്ട് നമുക്ക് വെജ് കട്ട്ലറ്റും ചിക്കൻ കട്ട്ലറ്റും പിന്നെ അതേപോലെ എഗ് പഫ്സും ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ കോഴ്സായിട്ട് പുലാവ്, പൊറോട്ട, ബ്രെഡ്, ചിക്കൻ റോസ്റ്റ്, പിന്നെ സാലഡ്, പിന്നെ വെജ് കുറുമ, ഇത്രയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇത് ഒരു സർപ്രൈസ് പാർട്ടി ആയതുകൊണ്ട് തന്നെ എനിക്കിതിനെ പറ്റി ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും ഇവർ കോർഡിനേറ്റ് ചെയ്തതായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഇനി 2 കാര്യം കൂടെ ബാക്കിയുണ്ട്. പൊതുവെ ഇവിടെ ബേബി ഷവറിൽ നമ്മൾ കുട്ടിയുടെ പേര് അനൗൺസ് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ ഗിഫ്റ്റ് എല്ലാം നമ്മൾ ഒരുമിച്ചിരുന്ന് അൺബോക്സ് ചെയ്യുകയും ചെയ്യും. എന്താ നന്നായിണ്ട്. ഇത് നമ്മുടെ ഫീഡിംഗ് ബോട്ടിലും അതേപോലെ തന്നെ പാസിഫയറും ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്ന ബോട്ടിൽ സ്റ്റെറിലൈസറാണ്. എല്ലാ ഗിഫ്റ്റിൻ്റെ ഒപ്പം അതിനേക്കാളും സ്വീറ്റായിട്ട് എല്ലാവരും എഴുതി വെച്ച ഓരോ നോട്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം എൻ്റെ മെമ്മറി ബോക്സിലോട്ടുള്ളതാണ്. എനിക്ക് ഈ ഒരു പ്രഗ്നൻസി കഴിഞ്ഞപ്പോഴേക്ക് പുതിയൊരു മെമ്മറി ബോക്സ് വാങ്ങിക്കേണ്ട അവസ്ഥയായിട്ടുണ്ട് കേട്ടോ. കാരണം അത്രയധികം സാധനങ്ങൾ അതിൽ നിറഞ്ഞിട്ടുണ്ട്. ഇനി സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വാങ്ങിച്ച കാര്യങ്ങളും ഇവരെല്ലാവരും തന്ന ഗിഫ്റ്റും കൂടെ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഫുള്ളാണ് ടു സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിലും ഇതുണ്ടോ, ഗസ്സിംഗ് ഉണ്ടോ? ഈ ഒരു ലെറ്റർ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ലെറ്റർ പോലെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അത് വായിക്കുമ്പോൾ ഒരു പ്രത്യേക ഇമോഷനായിരുന്നു. അതെങ്ങനെ തന്നോ? ഓ അതെനിക്ക് കറക്റ്റ് അങ്ങനെ തന്നോ. നീ ഓടി നടക്കൽ വെച്ചിട്ട് അതിനുശേഷം പിന്നെ ഒരു 3-4 ഗിഫ്റ്റും കൂടെ അൺബോക്സ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം കൂടെ കാണിച്ച് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഗിഫ്റ്റ് അൺബോക്സിങ് ഇവിടെ നിർത്താം. അതിനുശേഷം എൻ്റെയും വിഷ്ണുവിൻ്റെയും ഭാഗത്തുനിന്ന് ഒരു നന്ദി പ്രസംഗം ഉണ്ടായിരുന്നു കേട്ടോ, ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ഞാനും വിഷ്ണുവും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് അതല്ലാതെ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ 1-2 വീഡിയോസായിട്ട് ഞാൻ എപ്പോഴും ഇവിടെയുള്ള ആൾക്കാരുടെ ഒപ്പം വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുള്ളതും ഒപ്പം എന്നെ ചിന്തിപ്പിക്കുകയും ചെയ്തൊരു കമൻറ്റാണ്, യു ആർ വെരി ലക്കി ടു ഹാവ് ദം ഇൻ യുവർ ലൈഫ്. അതായത് ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ വേണ്ടി ഞാൻ ഭയങ്കര ലക്കിയാണെന്ന്. ഫ്രണ്ട്ഷിപ്പിൽ ലക്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ പറ്റിയിട്ട് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായേക്കെ കേട്ടോ. ഞാനിവിടെ പ്യുവർലി പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ്. നമ്മൾ ലൈഫിൽ ആദ്യമായിട്ട് ഒരാളെ മീറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, അത് വേണമെങ്കിൽ നമുക്ക് ഒരു ലക്കായിട്ട് കൺസിഡർ ചെയ്യാം വേണമെങ്കിൽ. പക്ഷെ അത് കഴിഞ്ഞ് ഒരാളായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്ന ഫേസ് എന്ന് പറയുന്നത് നമ്മൾ അവർക്ക് വേണ്ടി കൊടുക്കുന്ന സമയം, നമ്മൾ അവർക്ക് വേണ്ടി ഇടുന്ന എഫേർട്ടിലുമാണ്. ഇതൊരിക്കലും ഒരു വൺ ഡയറക്ഷണൽ സംഗതിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന സമയവും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന എഫേർട്ടും തന്നെയാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ടിനെ സ്ട്രോങ് ആക്കുന്നത്. പിന്നെ ഈ പറയുന്ന സമയവും എഫേർട്ടും ഒന്നും നമ്മൾ ആലോചിച്ച് കണ്ട് സമയം കണ്ടെത്തി ചെയ്യേണ്ട ഒരു കാര്യമൊന്നും ആയിരിക്കില്ല. നമുക്ക് അവരോട് ഓവർ ദ പീരിയഡ് വരുന്ന താല്പര്യം കാരണം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു കാര്യമായേക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് മനസ്സിലാക്കും, രണ്ടുപേരുടെയും ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവ്സും തിരിച്ചറിയുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പീരീഡിലൊക്കെ എല്ലാ റിലേഷൻഷിപ്പിലുള്ളതുപോലെ അപ്സ് ആൻഡ് ഡൗൺസ് ഇവിടെ ഉണ്ടായേക്കാം കേട്ടോ. പക്ഷേ ഈ ഡൗൺ ടൈം നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ടിരിക്കും തിരിച്ച് നമ്മുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് റെയിലിൽ കയറി ഓടുന്നത്. ആരും 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടുള്ള
പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടായേക്കാം. ആൾക്കാരെ കൂടുതൽ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, അവരെ ജഡ്ജ് ചെയ്യുന്നതിനേക്കാളും. ഇത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നെക്കുറിച്ച് ചിന്തിപ്പിച്ചൊരു കമൻ്റ് ആയിരുന്നു ഈ ഒരു ലക്ക് ഫാക്ടറിനെ പറ്റിയിട്ട്. അപ്പോൾ അതൊന്ന് മെൻഷൻ ചെയ്യണം എന്ന് തോന്നി. എൻ്റെ സ്വഭാവം വെച്ചിട്ട് എൻ്റെ പ്രഗ്നൻസി ഞാനിവിടെ ഒരു സംഭവമാക്കി അലമ്പിക്കേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. അമ്മു ചേച്ചിയും ദീപ ചേച്ചി അച്ചേച്ചിയും അവർ 3 പേരും ഭയങ്കര ഈസി ആയിട്ട് അവരുടെ പ്രഗ്നൻസി കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദീപ ചേച്ചി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതൊരു മോട്ടിവേഷൻ ആക്കിയിട്ട് ഞാൻ വിചാരിച്ചതിനേക്കാളും എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ എൻ്റെ പ്രഗ്നൻസി ഹാൻഡിൽ ചെയ്തത്. അങ്ങനെ നന്ദി പ്രസംഗം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി മോൻ്റെ പേര് അനൗൺസ് ചെയ്യാനും കൂടെ ഉണ്ട് കേട്ടോ. അത് തൽക്കാലം നമ്മൾ ഇത്രയും ഈ റൂമിലുള്ള ആൾക്കാരുടെ ഇടയിൽ നിൽക്കട്ടെ. ഇനി കുഞ്ഞ് ജനിക്കാൻ വേണ്ടി കുറച്ച് ദിവസം കൂടെ ബാക്കിയുള്ളൂ. അന്ന് ഞാൻ എല്ലാവരുടെ അടുത്ത് ഈ പേര് പറയാം. എല്ലാ കാര്യങ്ങളും ഇപ്പം തന്നെ പറഞ്ഞാൽ ഒരു രസമില്ലല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും നമ്മളൊരു ഇന്ത്യൻ നെയിം തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് ഡച്ച് ആൾക്കാർക്കും കൂടെ കുറച്ച് എളുപ്പത്തിൽ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേരെന്തായാലും എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. ഒരു റൗണ്ട് ഓഫ് ഡിന്നറേ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ ഡിന്നറൊക്കെ കഴിച്ച് പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങണം. കാരണം നമ്മൾ ഈ ഹാള് കുറച്ച് നേരത്തേക്കാണ് റെൻറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സമയം കഴിയുമ്പോഴേക്ക് ക്ലീനിങ് എല്ലാം കൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ. ഇതിൻ്റെ ഇടയിൽ കൂടെ റോസിനും അൻഷിഫയ്ക്കും ചെറിയൊരു സന്തോഷമുള്ള കാര്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സന്തോഷം എന്താണെന്ന് പറയൂ കേക്കട്ടെ. ഞാനൊന്ന് തടിച്ചു, തടിക്കില്ല എന്നുള്ള വിഷമമായിരുന്നു അൻഷിഫയ്ക്ക്. പിന്നെ പിഗ്മെന്റേഷനൊക്കെ കറക്റ്റായിട്ട് വന്നു. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു സന്തോഷമാണ് ഇവർക്ക് കാണുന്നത്. ഇവിടെ പൊതുവേ നമ്മളൊരു ഹാൾ എടുക്കുമ്പോൾ പരിപാടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ ഹാള് പഴയതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത്തവണ അത് ചെയ്യണ്ടെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് വിഷ്ണു എക്സ്ട്രാ ക്ലീനിങ്ങിന് കോസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും മിനിമം ക്ലീനിങ് നമ്മൾ തന്നെ ചെയ്യണം എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് ഒരു റൗണ്ട് ഓഫ് ക്ലീനിങ് നമ്മളെല്ലാവരും കൂടെ ഒരു 10 മിനിറ്റേ എടുത്തുള്ളൂ. കാരണം കാര്യമായിട്ട് വലിയ അലമ്പൊന്നും നമ്മൾ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം ക്ലീൻ ചെയ്ത് നമ്മളിവിടെ നിന്ന് ഇറങ്ങി. ഈ ഒരു 5-6 മണിക്കൂർ പരിപാടി ഇന്നിവിടെ നടക്കാൻ വേണ്ടി കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായി എത്ര എഫേർട്ടാണ് ഇവിടെ നിന്ന് കൂടിയിട്ടുള്ള എല്ലാ ആൾക്കാരും എടുത്തതെന്നുള്ളത് എനിക്ക് വിഷ്ണു പറഞ്ഞു തന്നായിരുന്നു കേട്ടോ. തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ അവർ അത്രയും രാത്രിയൊക്കെ പ്ലാനിങ്ങും ഈ ലെറ്റർ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളതും എല്ലാം കൂടെ അത്രയും അധികം എഫേർട്ട് അവർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവർ ഇത്രയും ആൾക്കാർ എൻ്റെ ചുറ്റും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ പ്രഗ്നൻസി എനിക്ക് ഇവിടെ ഒട്ടും ഈസി ആവില്ലായിരുന്നു കേട്ടോ. എന്തായാലും എനിക്ക് വളരെയധികം ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.